ഹലോ, നമ്മൾ കഴിഞ്ഞ ദിവസം സ്ക്വാഷ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ തൊലി മാറ്റി വെച്ചിരുന്നില്ലേ? നമുക്ക് ഇന്ന് അത് വെച്ചൊരു ടപ്പാച്ചെ ഉണ്ടാക്കാം. അതങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി നമുക്കൊരു കുപ്പി വേണം. അതിലേക്ക് നമ്മുടെ ഈ പീലൊക്കെ ഇറങ്ങി നിൽക്കാൻ പാകത്തിനൊരു കുപ്പി, അതിലോട്ട് ഈ പീലൊക്കെ ഇറക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ആ നടുക്കുള്ള സ്റ്റെമ്മ് ഒഴിച്ചു വയ്ക്കുക. പിന്നെ 1 ലിറ്റർ വെള്ളമാണ് വേണ്ടത്, അത് ഒഴിക്കുക. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ അതും കൂടെ നമ്മൾ അതിലോട്ട് ഇട്ടിട്ട് പിന്നെ 1 കപ്പ് പഞ്ചസാര വേണം. പഞ്ചസാര ഇട്ട് നമുക്ക് നല്ലോണം ഇളക്കണം. ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണം. ഞാൻ കുറേ കുത്തികളൊക്കെ ഇട്ട് അത് അലിഞ്ഞില്ല ഗൈസ്. പിന്നെ മഫിൻ ക്ലോത്ത് ആണ് വേണ്ടത്. അത് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാനൊരു ക്ലീൻ റാപ്പ് എടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഇങ്ങനെ ഓട്ട ഇട്ടിട്ട് പിന്നെ ടിഷ്യൂ പേപ്പറാണ്, നല്ല കട്ടിക്ക് ടിഷ്യൂ എടുത്തിട്ട് മൂടി നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞൊരു 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് അതെടുത്തിട്ട് അത് നല്ലോണം അരിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ട് ബോട്ടിൽ വേണം. അതിലോട്ടാണ് നമുക്കിത് ഒഴിച്ചു വെക്കേണ്ടത്. ഒഴിച്ചു വെച്ചിട്ട് നമുക്കൊരു 5 ദിവസം കൂടെ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നാൽ അതിൻ്റെ കറക്റ്റ് ബബിൾസ് ഒക്കെ വന്നുള്ളൂ. അപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട് നമ്മളത് തുറന്ന് നോക്കുമ്പോൾ ഗൈസ് ഇതുപോലെ പൊട്ടിത്തെറിക്കണം. അതാകുമ്പോൾ നമ്മുടെ കറക്റ്റ് പാകമായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഇത് സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ശരിക്കും ഒരു അരിഷ്ടത്തിൻ്റെ സ്മെല്ലാണ് തോന്നിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും ഒരു അരിഷ്ടത്തിൻ്റെയാണ് തോന്നിയത്. ഇത് വയറിനൊക്കെ നല്ലതാണെന്നാണ് ഗൂഗിളേജ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.